ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രസിദ്ധമായ ഒരു നീഗ്രോ സ്പിരിച്വൽ ഉണ്ടല്ലോ, Were you there when they crucified my Lord? Were you there when they crucified my Lord? എന്റെ കർത്താവിനെ ക്രൂശിച്ചപ്പോൾ നീയും അവിടെ ഉണ്ടായിരുന്നു. വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണിത്. നാമും ഇതിന് ഉത്തരം കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ നാം ക്രൂശിന്റെ ചുവട്ടിലാണ്. എന്തിനു വേണ്ടിയാണ്? അവന്റെ സ്നേഹമൊഴികൾ ശ്രവിക്കുവാനും അതിനെ അനുസരിക്കുവാനും അനുകരിക്കുവാനുമാണ്. ദുഃഖവെള്ളിയാഴ്ചത്തെ ചിന്തകൾക്ക് ഒരു തലക്കെട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഇപ്രകാരം പറയാം: എ കൺഫ്രണ്ടേഷൻ വിത്ത് ക്രൈസ്റ്റ് ഓഫ് കാൽവറി. കാൽവറിയിലെ ക്രിസ്തുവുമായിട്ടുള്ള ഒരു അഭിമുഖം എന്ന്. മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരനായവൻ കേവലം ഒരു കുറ്റവാളിയെ പോലെ ആകാശത്തിനും ഭൂമിക്കും മീതെ ക്രൂശിൽ കിടക്കുന്നു. ഈ ദിനത്തിൻ്റെതായിട്ടുള്ള ചില പ്രത്യേകതകളുണ്ട്. ഇതിനെക്കുറിച്ച് പറയുന്നത് ദി ഡേ ഓഫ് റിഡംഷൻ എന്നാണ്. വീണ്ടെടുപ്പിന്റെ ദിനം എന്ന് ദുഃഖവെള്ളിയാഴ്ചത്തെ കുറിച്ച് പറയാറുണ്ട്. ദി ഡേ ഓഫ് മാനിഫെസ്റ്റേഷൻ ഓഫ് ഗോഡ്സ് മേഴ്സി, ദൈവത്തിന്റെ കൃപയുടെ വെളിപ്പെടുത്തൽ ദിവസം എന്നതിന് പറയാം. അത് മാത്രമല്ല, ദി ക്ലൈമാക്സ് ഓഫ് ഗോഡ്സ് ഗ്ലോറി, ദൈവ മഹത്വത്തിന്റെ പാരമ്യം ദർശിക്കുന്ന ദിവസം എന്നും പറയാറുണ്ട്. പ്രസിദ്ധ ചിന്തകനായ കാർലൈൽ ഇപ്രകാരം പറഞ്ഞു: ലാംഗ്വേജ് ഈസ് ദി ഗാർമെന്റ് ഓഫ് തോട്ട്. ചിന്തയുടെ വസ്ത്രമാണ് ഭാഷ എന്ന്. മനുഷ്യന്റെ മനസ്സ് അറിയുന്നത് അവന്റെ വാക്കുകളിലൂടെയാണ്. ഹൃദയത്തിൽ നിന്ന് പുറത്തു വരുന്നതാണ് വാക്കുകളിലൂടെ സ്പഷ്ടമാകുന്നതെന്ന് ഇത് മത്തായി എഴുതിയ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. എന്നാൽ ഇതാ ഒരുവൻ വാക്കിലും പ്രവൃത്തിയിലും സർവ സമ്പൂർണനായവൻ, who was perfect in words and deeds എന്ന് വേണമെങ്കിൽ പറയാം. അവൻ ക്രൂശിൽ നിന്ന് സംസാരിക്കുന്നു. യേശുവിനെ അറസ്റ്റ് ചെയ്യുവാൻ വന്ന പടയാളികൾ പറഞ്ഞു, ഇവൻ സംസാരിക്കുന്നത് പോലെ ആരും സംസാരിച്ചിട്ടില്ല എന്ന്. യേശു കർത്താവ് തന്നെ പറഞ്ഞു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്നാൽ എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല എന്ന്. Heaven and earth shall pass away, but my words shall not pass away. പലരുടെയും അന്ത്യമൊഴികൾ മാർബിൾ ലിഖിതങ്ങളാകുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെത് ഹൃദയത്തിന്റെ പേശികളിൽ, ഹൃദയത്തിന്റെ ഭിത്തികളിൽ പെർമനന്റ് ആയിട്ട് രേഖപ്പെടുത്തപ്പെട്ടവയാണ് എന്ന് ഓർക്കേണ്ടതായിട്ടുണ്ട്. ക്രൂശിലെ ഒന്നാമത്തെ മൊഴി നാം ദർശിക്കുന്നത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാമത്തെ അധ്യായം 34-ാമത്തെ വാക്യത്തിലാണ്. ഫാദർ, forgive them, for they do not know what they are doing. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് ആ പ്രാർത്ഥന. ക്രൂശിലെ കൊടും വേദനയുടെ നടുവില് പിതാവിനോട് ആത്മബന്ധം പുലർത്തുന്ന ഒരു പുത്രനെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഈ മൊഴിക്ക് ഒരു തലക്കെട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ പറയാം: ക്രൈസ്റ്റ് ഇന്റർസെഷൻ, ക്രിസ്തുവിന്റെ മധ്യസ്ഥത എന്ന്. വേദനയോടുകൂടി ക്രൂശിൽ കിടക്കുമ്പോൾ എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ എന്നാണ് പറയുന്നത്. ക്രൂശിലെ കൊടും വേദന സഹിക്കാൻ പാടില്ലാത്തതാണ്. ആ വേദനയുടെ നടുവിലും പിതാവുമായിട്ട് ആത്മബന്ധം തുടരുന്ന ഒരു പുത്രൻ തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും പ്രാർത്ഥനയോടുകൂടിയാണ്. അത് മാത്രമല്ല, ഈ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ പ്രാർത്ഥന തനിക്ക് വേണ്ടിയല്ല, തന്റെ ശത്രുക്കൾക്ക് വേണ്ടിയാണ്. ഇതിനാണ് പറയുന്നത് ഡിവൈൻ മേഴ്സി ഇൻ ആക്ഷൻ എന്ന്. ദൈവത്തിന്റെ ദിവ്യമായ ദയ, ദൈവത്തിന്റെ അളവറ്റ ദയ ഇവിടെ നമുക്ക് ദർശിക്കുവാൻ കഴിയും. ക്ഷമിക്കുവാനും മറക്കുവാനും പലപ്പോഴും നമുക്ക് കഴിയാതിരിക്കുമ്പോൾ യേശു കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് തന്റെ പിതാവിനോട് പറയുന്നു, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. തിരുവചനം പറയുന്നു, അവളുടെ പാപങ്ങളെ ഇനി ഞാൻ ഓർക്കയില്ല എന്ന് പറയുന്നുണ്ട്. ഏതായാലും ശരി, ഈ ആദ്യ മൊഴിയില് രണ്ട് പ്രധാന ചിന്തകൾ അടങ്ങിയിട്ടുണ്ട്. ഒന്നാമത്,
ദി ബ്ലൈൻഡിങ് പ്രൊപ്പൻസിറ്റീസ് ഓഫ് സിൻ, പാപം ചെയ്യുവാനുള്ള മനുഷ്യന്റെ പ്രവണത അഥവാ ടെൻഡൻസി, വാഞ്ച, താല്പര്യം എന്നിവയാണിത്. ജനങ്ങൾക്ക് തങ്ങൾ ചെയ്യുന്നതിന്റെ ഗൗരവം, അതിന്റെ സീരിയസ്നെസ് അറിയാൻ പാടില്ലായിരുന്നു. അതോ അജ്ഞതയാണോ അവരെ ഭരിച്ചിരുന്നത്? ഇന്നത്തെ ലോകത്തിന്റെ വലിയ പ്രശ്നം ഇഗ്നോറൻസ് എന്നുള്ളതാണ്. മനുഷ്യന് അറിവുണ്ട് എന്നൊരു ഭാവമുണ്ട്, പക്ഷെ അവന് തിരിച്ചറിവില്ല എന്നുള്ളതാണ് സത്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ദി ബ്ലെസ്സഡ് പ്രൊവിഷൻ ഫോർ സിന്നേഴ്സ് എന്നുള്ളതാണ്. പാപികൾക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ അത്യപൂർവമായ കരുതൽ. ഹി വാസ് എ മാൻ ഫോർ അതേഴ്സ് എന്ന് പറയാറുണ്ട്. എല്ലാവരും തങ്ങൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ ഇതാ ഒരുവൻ ചരിത്രത്തിലേക്ക് ഇറങ്ങി വരുന്നു, നമുക്ക് വേണ്ടി ജീവിക്കുന്നു, നമുക്ക് വേണ്ടി മരിക്കുന്നു, നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് അവൻ ഇന്നും ജീവിക്കുന്നു. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവൻ ഒഴിഞ്ഞു വെച്ച കർത്താവ് പറയുന്നു, പിതാവേ അവരോട് ക്ഷമിക്കണമേ എന്ന്. പിതാവേ അവരോട് ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ അതിന്റെ ശരിയായിട്ടുള്ള ഇംപ്ലിക്കേഷൻ forgive them and condemn me എന്നാണ്. നീ അവരോട് ക്ഷമിക്കുക, പക്ഷെ എന്നെ ശിക്ഷിക്കുക എന്നാണ് യേശു കർത്താവ് പറയുന്നത്. നമ്മുടെ ശിക്ഷ അവന്റെ മേലായി എന്ന് തിരുവചനം നമ്മൾ വായിക്കുന്നുണ്ട്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, പാപം അറിയാത്തവനെ നമുക്ക് വേണ്ടി അവൻ പാപമാക്കി തീർത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് നിഷ്കളങ്കനായ യേശു കർത്താവ് നമുക്ക് വേണ്ടി പാപമായി തീരുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. പിതാവ് അവരോട് ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ എന്നെ ശിക്ഷിച്ചു കൊള്ളുക എന്നാണ് അതിന്റെ അർത്ഥം. അവരെ രക്ഷിക്കുക, എന്നെ ശിക്ഷിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ, അവർക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നാം കർത്താവിന്റെ ശിഷ്യന്മാരെന്ന് പറയാറുണ്ട് പുറമെ, പക്ഷെ നമ്മുടെ പ്രവർത്തനത്തില് ഇതൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സത്യം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുവാൻ, പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ ഈ ആദ്യത്തെ മൊഴി നമ്മെ പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ നാം യഹോവയോട് പാപം ചെയ്യുന്നു എന്ന് ശമൂവേലിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ മറന്നാണ് ജീവിക്കുന്നത്. എന്നാൽ ഇതാ ഒരുവൻ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നു. അതുകൊണ്ട് അവർക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതൊരു യാഥാർത്ഥ്യമായി കാണുവാൻ കഴിയുന്നു. ഈ ആദ്യത്തെ മൊഴി നമ്മൾ കേൾക്കുമ്പോൾ, നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ റെസ്പോൺസ് എന്താണ്, നമ്മുടെ പ്രതികരണം എന്താണെന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുവാൻ നാം കടപ്പെട്ടവരാണ്. മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ നാം കടപ്പെട്ടവരാണ്. അത് മാത്രമല്ല, പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ നാം മാക്സിമം ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കർത്താവാണ് അതിന്റെ റോൾ മോഡൽ. അതുകൊണ്ട് ആദ്യത്തെ മൊഴി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ജീവിതത്തിന്റെ എല്ലാ അവസരങ്ങളിലും എന്തെല്ലാം ഭാരങ്ങളും പ്രതിസന്ധികളും വന്നാലും ശരി, അവനോട് മാത്രം പറ്റിച്ചേർന്ന് നിൽക്കുവാനാണ് ആവശ്യപ്പെടുന്നത്. നമുക്ക് ഈ അവസരത്തില് എന്റെ കർത്താവേ, ഞാന് നിന്റെ മൊഴിയോട് ഞാൻ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് ഏറ്റുപറയാം. അത് മാത്രമല്ല, മറ്റുള്ളവരെ നമ്മുടേതെന്ന് കരുതുവാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഇതാ നമുക്ക് വേണ്ടി യാഗമായി തീരുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, നീ ഞങ്ങൾക്ക് വേണ്ടി ലോകത്തിലേക്ക് അവതരിക്കുകയും ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുകയും ചെയ്യുന്നതിനാലെ സ്തോത്രം. നീ ഞങ്ങൾക്ക് കാണിച്ചു തന്നതുപോലെ അങ്ങേ പോലെ ജീവിപ്പാനും പ്രവർത്തിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുവാനും പാപത്തിൽ ഒഴിഞ്ഞു നിൽപ്പാനും നീ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപ തുടർന്ന് ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. in the
കർത്താവിൽ പ്രിയരെ, നാം ഇന്ന് ചിന്തിക്കുന്നത് കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് ഉച്ചരിച്ച രണ്ടാമത്തെ മൊഴിയെക്കുറിച്ചാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 42-ഉം 43-ഉം വാക്യങ്ങൾ. പിന്നെ അവൻ, യേശുവെ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോട് പറുദീസയിൽ ഇരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. കഠിന വേദനയിലാണ് മഹത്വം നിലനിൽക്കുന്നത് എന്ന ഒരു ചൊല്ലുണ്ട്. മൈക്കലേഞ്ചലോ വരച്ച അതിമനോഹരമായ ഒരു ചിത്രത്തിൻ്റെ പേരാണ് ആഗണി ആൻഡ് എക്സ്റ്റസി. സിസ്റ്റൈൻ ചാപ്പലിൻ്റെ വളഞ്ഞ വിധാനത്തിൽ ഈ ചിത്രം വരയ്ക്കാൻ കയറിൽ തൂങ്ങിക്കിടക്കേണ്ടി വന്നു. മുഖം വികൃതമായിട്ടുണ്ട്. കഠിനമായ വേദന ആരോഗ്യം തന്നെ ക്ഷയിച്ചു. പക്ഷെ അപ്പുറത്ത് രൂപപ്പെടുന്ന മനോഹര ചിത്രം എല്ലാ വേദനയും അകറ്റുവാൻ പോരുന്നതായിരുന്നു. അദ്ദേഹത്തിൻ്റെ വേദന ഇന്ന് ലോകത്തിന് മഹത്വത്തിൻ്റെ ശ്വാശ്വത സ്മാരകമാണ്. ക്രൂശിലും ഇതുതന്നെയാണ് കാണുന്നത്. സ്വയം വേദന അനുഭവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് പറുദീസ വാഗ്ദാനം ചെയ്യുവാൻ ആർക്ക് കഴിയും? സ്വയം സുഖത്തിൽ കഴിയുമ്പോഴും മറ്റുള്ളവർക്ക് വേദന നൽകുന്നവരാണ് സാധാരണ മനുഷ്യർ. സ്വന്തം സുഖം പങ്കുവയ്ക്കാൻ പോലും ആളുകൾക്ക് താല്പര്യമില്ല. എന്നാൽ ഇവിടെ പറുദീസ വാഗ്ദാനം ചെയ്യുന്നു. കാൽവറിയുടെ മഹത്വമേറിയ രഹസ്യം ഇതാണ്. 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിച്ചു. ഏത് കള്ളൻ എന്ന് പറഞ്ഞ് എന്ന് വ്യക്തമല്ല. വലത്തുഭാഗത്തെ കള്ളനെന്ന് പറഞ്ഞു വരുന്നു. 2 പേരും അവനെ നിന്ദിച്ചു. മത്തായി 27:44. എന്നാൽ പെട്ടെന്ന് ഒരാൾ അനുതപിക്കുന്നു. മരണം വരെയും അവനെ നിന്ദിച്ചാലും അനുതപിക്കുമെങ്കിൽ പറുദീസയിലേക്ക് നാം ക്ഷണിക്കപ്പെടും. ഇവിടെ കർത്താവ് പറയാണ്, ഇന്ന് നീ എന്നോട് പറുദീസയിലിരിക്കും. പാരഡൈസ്. പേർഷ്യൻ ഭാഷയിൽ നിന്നാണ് ഈ വാക്ക് വന്നിരിക്കുന്നത്. രാജകീയ ഉദ്യാനം എന്നാണ് അർത്ഥം. പേർഷ്യൻ ചക്രവർത്തിമാർ പ്രിയരായവരെ ഉദ്യാനത്തിലേക്ക് ഉലാത്തുന്നതിനായി ക്ഷണിക്കാറുണ്ട്. അതൊരു പദവിയാണ്. ക്രിസ്തുവിൽ ക്ഷമ ലഭിച്ചവർ ആരായിരുന്നാലും ഈ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നു. 1-ാമത്തെ മൊഴി അവനെ രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നു. തകർന്ന ഹൃദയത്തോടുകൂടെയുള്ള ഈ അനുതാപം ക്രിസ്തുവിനോടുകൂടെ പറുദീസയിലേക്ക് ഉയർത്തി. നാം ഈ കള്ളനെ പോലെ നമ്മുടെ പാപങ്ങളെ പറ്റി ബോധമുള്ളവരായിത്തീരണം. അവനോട് അപേക്ഷിക്കണം. ഒരിക്കൽ കുറ്റക്കാരനായി വിധിക്കപ്പെട്ട് ജയിലിൽ കിടന്നതായിട്ടുള്ള ഒരു മനുഷ്യനോട് പ്രസിഡന്റ് ഒരു അവനെ വിമുക്തനാക്കുന്നതിൻ്റെ ഒരു ഓർഡർ ഒരാളുടെ കൈവശം കൊടുത്തയച്ചു. എന്നാൽ അവൻ ദേഷ്യത്തോടെ അത് വലിച്ചു കീറിക്കളഞ്ഞു. എന്നാൽ പിന്നീടാണ് മനസ്സിലായത് ഈ കുറ്റവാളി തന്നെ മോചിപ്പിക്കുന്നതിൻ്റെ ഓർഡർ ആയിരുന്നുവെന്നും. അവൻ മാറത്തടിച്ച് കരഞ്ഞു. മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആ മനുഷ്യൻ ചെയ്യുന്ന എന്തെന്നറിയാതെ ചെയ്ത തെറ്റിനെ ഓർത്ത് മാറത്തടിച്ച് കിടന്ന് കരയുകയാണ്. ക്രിസ്തു കാൽവറിയിൽ എൻ്റെ കുറ്റപത്രം വലിച്ചു കീറിക്കളഞ്ഞു. ക്രിസ്തുവിൻ്റെ അമർത്യതയെക്കുറിച്ച് അവൻ പരോക്ഷമായി സംസാരിക്കുന്നു. മരിച്ചാലും ജീവിക്കും. പറുദീസ വാഗ്ദാനം ചെയ്യുന്നു. നാളെയല്ല, ഈ നിമിഷത്തിൽ തന്നെ. ശിക്ഷിക്കപ്പെട്ട കുറ്റവാളി ക്ഷമയ്ക്ക് വേണ്ടി എത്ര നാൾ കാത്തിരിക്കണം? ഇന്നു തന്നെ. അല്പകാലം ചിലവഴിപ്പാനല്ല, ശ്വാശ്വതകാലം അവനോട് വാഴുവാനാണ്. അതിന് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങ് ക്രൂശിൽ കിടന്നുകൊണ്ട് ഉച്ചരിച്ച 2-ാമത്തെ മൊഴിയാണല്ലോ ഞങ്ങൾ ധ്യാനിച്ചത്. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നോട് വാഴുവാൻ, ഞങ്ങളെ തന്നെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുവാൻ
അവിടെ ഞങ്ങൾക്കിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എത്രമാത്രം തെറ്റ് ചെയ്താലും അനുദപിച്ചൊരു വാക്കേറ്റു പറഞ്ഞാൽ പർദീസ വാഗ്ദാനം ചെയ്യുന്ന കർത്താവ് ഞങ്ങൾക്കുള്ളതിനാൽ സ്തോത്രം. ആ കർത്താവിൻ്റെ കരയിൽ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, ഈ വർഷവും ദുഃഖവെള്ളിയാഴ്ച നമുക്ക് ക്രിസ്തുവിന്റെ ക്രൂശിലെ മൊഴികളെക്കുറിച്ച് ചിന്തിക്കുന്നതിന് ദൈവം വലിയൊരു പദവി നൽകിയിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മൂന്നാമത്തെ മൊഴിയായ സ്ത്രീയെ, ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ അമ്മ എന്നുള്ള വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ എന്താണ് നമ്മളോട് സംസാരിക്കുന്നത് എന്ന് നമ്മൾക്ക് ഇന്ന് ചിന്തിക്കാം. ക്രൂശിലെ അതിവ്യഥയുടെയും വേദനയുടെയും നടുവിലും സ്വന്തം അമ്മയുടെയും താൻ സ്നേഹിച്ച ശിഷ്യന്റെയും സാമീപ്യം യേശുക്രിസ്തു തിരിച്ചറിയുകയും സ്വന്തം അമ്മയെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന ഒരു ചിത്രമാണ് നാം ആ വാക്കുകളിൽ കാണുന്നത്. കുടുംബ ബന്ധങ്ങൾ തകരുകയും അതിനേക്കാളേറെ മാതാപിതാക്കൾ പാർശ്വവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പുതിയ സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ട വേണ്ട കരുതൽ കൊടുക്കുന്നതിൽ പലപ്പോഴും ഇന്നത്തെ തലമുറ അമ്പയെ പരാജയപ്പെടുന്നു എന്ന് നാം എല്ലാവരും ഉറക്കെ പറയുന്നു എല്ലാ ദിവസവും. ക്രൂശിലെ ഈ വചനങ്ങൾ ആ സത്യത്തിലേക്കാണ് കൈ ചൂണ്ടുന്നത്. നമ്മളുടെ ജീവിതത്തിലെ എത്ര വലിയ സാമ്പത്തിക സ്വാധീനത്തിന്റെയോ എത്ര വലിയ പിരിമുറുക്കത്തിന്റെയോ നടുവിൽ ആണെങ്കിൽ പോലും നമ്മളുടെ കുടുംബ ബന്ധങ്ങളെ നമ്മൾക്ക് മറക്കുവാനായിട്ട് കഴിയുകയില്ല. മാതാപിതാക്കളെ കരുതിയേ പറ്റൂ, ചേർത്ത് നിർത്തിയേ പറ്റൂ എന്ന് ഈ മൊഴിയിലൂടെ യേശുക്രിസ്തു നമ്മെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. അന്യോന്യം സ്പർദ്ധയോടുകൂടി ജീവിക്കുന്ന, സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന, സെൽഫ് സെന്റേർഡ്നെസ്സിന്റെ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്ന് ഓർക്കുക. ഇന്നത്തെ സെൽഫ് സെന്റേർഡ്നെസ്സും സെൽഫ് സഫിഷ്യൻസിയും നമ്മെ വലിയ ഒരു അപകടത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് യേശുക്രിസ്തുവിന്റെ ഈ മൊഴി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ക്രൂശിന്റെ അർത്ഥം എന്താണ്? സ്വയത്യാഗത്തിലും സ്വയം ത്യജിക്കുന്നതിലൂടെയും മാത്രമേ നമ്മൾക്ക് നമ്മുടെ കുടുംബങ്ങളെയും മറ്റുള്ളവരെയും സ്നേഹിക്കാൻ കഴിയൂ എന്നുള്ള വലിയ സന്ദേശമാണ് ക്രൂശ് നമ്മൾക്ക് നൽകുന്നത് എന്ന് ഈ ദുഃഖവെള്ളിയാഴ്ച നമുക്കൊന്നുകൂടെ ഓർത്തെടുക്കാം. ഇൻഫാക്ട് ക്രോസ് ഈസ് ദി ഓപ്പോസിറ്റ് ടു അവർ സെൽഫ്. അതുമാത്രമല്ല, കുടുംബത്തെക്കുറിച്ച് ഒരു പുനർനിർവചനവും യേശുക്രിസ്തു ഈ വാക്കുകളിലൂടെ നടത്തുന്നുണ്ട്. താൻ സ്നേഹിച്ച ശിഷ്യനെ അടുത്തു നിർത്തിയിട്ട് പറഞ്ഞു, നീ ഇന്നു മുതൽ എൻ്റെ അമ്മയെ നിന്റെ ഭവനത്തിന്റെ ഭാഗമായി സ്വീകരിക്കണം എന്ന്. അന്നു മുതൽ യേശുക്രിസ്തുവിന്റെ മാതാവിനെ സ്വന്തം ഭവനത്തിലേക്ക് അവൻ കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് വേദപുസ്തകം പറയുന്നത്. ആതുര സേവനം
സഭയിൽ ഉരുത്തിരിഞ്ഞത് ഈ പുതിയ നിർവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നാം മറക്കാതിരിക്കുക. ആതുര സേവനത്തിന്റെ അടിസ്ഥാന ശിലകൾ യേശുക്രിസ്തുവിന്റെ ഈ വാക്കുകളിലുണ്ട്. CMC വെല്ലൂർ, CMC ലുധിയാന മുതലായ ആതുര സേവനത്തിന്റെ പ്രതീകങ്ങൾ ഇന്നും തലയുയർത്തി ഭാരത സമൂഹത്തിലും സംസ്കാരത്തിലും നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? സ്നേഹത്തിന്റെ അതിർവരമ്പുകൾ ലംഘിച്ച സ്ഥാപനങ്ങളായതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾക്കും വിപുലമായ അർത്ഥത്തിൽ തന്നെ ദൈവസ്നേഹത്തെ കാണുകയും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യാം. ഈ ദുഃഖവെള്ളിയാഴ്ച നമുക്കൊന്നുകൂടെ ക്രൂശിന്റെ ചുവട്ടിലേക്ക് വന്ന് ക്രൂശിന്റെ പൊരുൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് അർത്ഥമാണ് നൽകുന്നത് എന്ന് ചിന്തിക്കാം. കുടുംബ ബന്ധങ്ങളെ നമുക്കൊന്നുകൂടെ അരക്കിട്ടുറപ്പിക്കാം. സ്വയത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകങ്ങളായി തീരുവാൻ നമ്മെ തന്നെ ഒന്നുകൂടെ നമ്മൾക്ക് ഈ ദുഃഖവെള്ളിയാഴ്ച സമർപ്പിക്കുകയും ചെയ്യാം. നമ്മൾക്ക് പ്രാർത്ഥനയോടുകൂടി ഈ റിഫ്ലക്ഷൻ അവസാനിപ്പിക്കാം. നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ക്രൂശിന്റെ അർത്ഥം അതിന്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കുവാൻ ജീവിതത്തിന്റെ സുഖകരമായ അവസ്ഥയിൽ ഞങ്ങൾക്ക് പലപ്പോഴും കഴിയാതെ പോകുന്നു. എങ്കിലും നിന്നെ ഗോൽഗോഥായിലേക്ക് ഒന്നുകൂടെ അനുഗമിപ്പാൻ ഞങ്ങൾ ശ്രമിക്കട്ടെ. അങ്ങ് അനുഭവിച്ച വ്യഥയും വേദനയും ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളെ പുതുതായി കാണുവാൻ സഹായിക്കണമേ. ക്രൂശിനെ അതിന്റെ ബലഹീനതയിൽ ദർശിക്കുവാൻ ഈ ദുഃഖവെള്ളിയാഴ്ച ഒന്നുകൂടെ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകണമേ. ആമേൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് സമാധാനവും ദൈവകൃപയും എപ്പോഴും ഉണ്ടാകട്ടെ. ഇന്ന് നമ്മുടെ ധ്യാനത്തിനായിട്ട് ലഭിച്ചിരിക്കുന്ന ആളുടെ വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം 46-ാം വാക്യമാണ്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്നുള്ള നമ്മുടെ കർത്താവിൻ്റെ കുരിശിൽ നിന്നുള്ള 4ാമത്തെ മൊഴി. ഇന്ന് നാം നമ്മുടെ വിശ്വാസത്തിൻ്റെ ഹൃദയത്തെ തുളയ്ക്കുന്ന ഒരു ചോദ്യത്തിന് മുന്നിലാണ് നിൽക്കുന്നത്. നൂറ്റാണ്ടുകളായി പ്രതിധ്വനിക്കുന്നതായിട്ടുള്ള ഒരു നിലവിളി, വിവരണാതീതമായ കഷ്ടപ്പാടുകളുടെ ആഴത്തിൽ നിന്ന് ഉയർന്നതായിട്ടുള്ള ഒരു വിലാപം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? 22-ാം സങ്കീർത്തനത്തിൽ നിന്ന് എടുത്തായിട്ടുള്ള ഈ വാക്കുകൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കുരിശിൽ വെച്ച് ഉച്ചരിച്ചതായിട്ടുള്ള ഈ വാക്കുകൾ തിരുവെഴുത്തുകളിൽ ഏറ്റവും അസ്വസ്ഥജനകവും ഞെട്ടിക്കുന്നതുമാണ്. അവ ഉപേക്ഷിക്കപ്പെടലിനെ കുറിച്ചും ഒറ്റപ്പെടലിനെ കുറിച്ചും സ്നേഹത്തിന്റെയും ജീവന്റെയും ഉറവിടത്തിൽ നിന്നുള്ള ഗാഢമായ വേർപാടിനെ കുറിച്ചും സംസാരിക്കുന്നു. ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കും? ഇതെങ്ങനെ സംഭവിക്കും? ചിലർ ഈ വാക്കുകൾ ബലഹീനതയുടെ ഒരു ലക്ഷണമായി കാണാറുണ്ട്. പക്ഷെ നമ്മുടെ ഈ വാക്കുകൾ, കർത്താവിന്റെ വാക്കുകൾ കൂടുതലായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ 3 ചിന്തകൾ എൻ്റെ മനസ്സിൽ ഉയർന്നു വന്നത് നമുക്കൊരുമിച്ച് ചിന്തിക്കാവുന്ന
ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, ഈ നിലവിളി യേശുവിന്റെ യഥാർത്ഥ മനുഷ്യത്വം വെളിപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു നിലവിളിയാണ്. ഇറ്റ്സ് എ ക്രൈ depicting the full humanity of Christ. അവൻ ഒരു ദൂരെ നിൽക്കുന്ന സ്പർശിക്കാനാവാത്ത ദൈവമായിരുന്നില്ല. വെറുമൊരു വേഷം കെട്ടി നടന്നുവനുമല്ല. അവൻ പൂർണ്ണമായും മനുഷ്യനായിരുന്നു. ഉപേക്ഷിക്കപ്പെട്ടു എന്ന തോന്നലിന്റെ വേദനാജനകമായ വേദന ഉൾപ്പെടെ മനുഷ്യവികാരങ്ങളുടെ പൂർണ്ണമായ വേദന അനുഭവിച്ചതായിട്ടൊരു വ്യക്തിത്വം. നിരാശയോടെ നിലവിളിക്കാനും പൂർണ്ണമായും ഒറ്റയ്ക്കാണെന്ന് തോന്നാനും അവൻ അറിയാമായിരുന്നു. നമ്മുടെ ഇരുണ്ട നിമിഷങ്ങളിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയതായി തോന്നുമ്പോൾ, ജീവിതത്തിലെ ദുരിതങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അവൻ നമ്മോട് താതാത്മ്യം പ്രാപിക്കുന്നു. അവൻ നമ്മുടെ വേദന മനസ്സിലാക്കുന്നു. കാരണം അവനത് അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നാമതായിട്ട് ഈ നിലവിളി യേശുവിൻ്റെ യഥാർത്ഥ മനുഷ്യത്വം വെളിപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു വചനങ്ങളാണ്. വേർഡ്സ് depicting the true humanity of Christ. രണ്ടാമതായി, ഈ നിലവിളി നമ്മുടെ രക്ഷയുടെ സങ്കല്പിക്കാനാവാത്ത വിലയെ വെളിപ്പെടുത്തുന്നതാണ്. It's a cry depicting the unimaginable cost of salvation which has been wrought for all of us on the cross by Christ. Unimaginable cost of salvation. പിതാവ് തന്റെ പുത്രനിൽ നിന്ന് മുഖം തിരിച്ചത് അവനോടുള്ള സ്നേഹം ഇല്ലായതുകൊണ്ടല്ല, മറിച്ച് യേശു നമ്മുടെ പാപത്തിന്റെ അശുദ്ധമായ ഭാരം വഹിച്ചതുകൊണ്ടാണ്. ഈ വേർപാട്, ഈ ഉപേക്ഷിക്കപ്പെടൽ നമ്മെ ദൈവവുമായി അനുരഞ്ജിപ്പിക്കാൻ യേശു നൽകിയ വിലയായിരുന്നു. അത് അനന്തമായ ഒരു യാഗമായിരുന്നു. അതിനില്ലാത്ത സ്നേഹം. നാം ദൈവത്തിൽ നിന്നുള്ള നിത്യമായ വേർപാട് അനുഭവിക്കാതിരിക്കാൻ അവൻ ഈ ആത്മീയ വേദന സ്വമേധായ സഹിച്ചു. അതുകൊണ്ട് ഈ നിലവിളി നമ്മുടെ രക്ഷയുടെ സങ്കല്പിക്കാനാവാത്ത വിലയെ ആണ് വെളിപ്പെടുത്തുന്നത്. എ ക്രൈ depicting the unimaginable cost of salvation wrought for us by Christ. മൂന്നാമതായി, ഈ നിലവിളി ഒരു അവസാന വാക്കല്ല. It's not an end in itself, but rather it's a means to a greater end. ഈ വാക്കുകൾ ഗാഢമായ ഇരുട്ടിന്റെ ഒരു നിമിഷമാണ്, അല്ലെങ്കിൽ ഇരുട്ടിന്റെ ഒരു നിമിഷത്തിൽ നിന്ന് ഉടലെടുത്തായിട്ടുള്ള വാക്കുകളാണ് ഈ വാക്കുകൾ. പക്ഷെ നമ്മൾ ഈ വാക്കുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മുന്നോട്ട് നമ്മുടെ കർത്താവ് പറഞ്ഞായിട്ടുള്ള വാക്കുകളും നമ്മുടെ ശ്രദ്ധ ആകർഷിക്കേണ്ടതാണ്. കർത്താവ് പിന്നീട് പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു, ഇതെല്ലാം പൂർത്തിയായി, എൻ്റെ ആത്മാവിനെ ഞാൻ നിന്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു എന്നുള്ള ഈ അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള വാക്കുകൾ. ഈ വാക്കുകൾ നമ്മൾ ചിന്തിക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ ധ്യാനത്തിനായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള വേദഭാഗവും ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ നിലവിളി ഒരു അവസാന വാക്കല്ല. It is not an end in itself, but rather it's a means to a greater end. ദൈവിക ദൗത്യത്തിന്റെ യാത്രയിൽ പ്രയാസങ്ങളും വേദനകളും വിഷമങ്ങളും ഒരു അവസ്ഥ മാത്രമാണ്, അതൊരു അവസാനമല്ല. ആ കഷ്ടതയിൽ കൂടിയും വേദനയിൽ കൂടിയും നമ്മൾ യാത്ര ചെയ്ത് ദൈവിക ദൗത്യം പൂർത്തീകരിക്കാനായിട്ടുള്ള ഒരു ആഹ്വാനമാണ് കർത്താവ് കുരിശിൽ നിന്ന് നമുക്ക് നൽകുന്നത്.
നമുക്ക് എല്ലാവർക്കും ബാക്കി സംഭവിച്ചെന്തെന്നറിയാം. ദുഃഖവെള്ളിയാഴ്ചയിലെ ഇരുട്ട് ഈസ്റ്റർ ഞായറാഴ്ചയിലെ മഹത്തായ പ്രകാശത്തിന് വഴിമാറി. കല്ലറയുടെ നിശബ്ദത പുനരുത്ഥാനത്തിന്റെ വിജയകരമായ നിലവിളിയാൽ തകർന്നു. ഉപേക്ഷിക്കപ്പെട്ട പുത്രൻ നീതീകരിക്കപ്പെട്ടു, ജീവനിലേക്ക് ഉയർപ്പിക്കപ്പെട്ടു, പിതാവിന്റെ വലത്തുഭാഗത്തേക്ക് പുനഃസ്ഥാപിക്കപ്പെട്ടു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നാം ഈ വാക്കുകൾ കേൾക്കുമ്പോഴോ ഉച്ചരിക്കുമ്പോഴോ എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്നുള്ള വാക്കുകൾ നാം നിരാശയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കരുത്. ഇരുട്ടിലൂടെ കടന്നു പോകുന്ന വെളിച്ചത്തിലേക്ക് നാം നോക്കണം. നമ്മുടെ ഏറ്റവും ആഴത്തിലുള്ള വേദനയുടെയും ഒറ്റപ്പെടലിന്റെയും നിമിഷങ്ങളിൽ പോലും നാം യഥാർത്ഥത്തിൽ ഉപേക്ഷിക്കപ്പെടുന്നില്ലെന്ന് നാം ഓർക്കണം. യേശു തന്റെ ഉപേക്ഷിക്കപ്പെടലിന്റെ അനുഭവത്തിൽ നമ്മോടൊപ്പം എപ്പോഴും ഏറ്റവും ഇരുണ്ട താഴ്വരയിൽ കൂടെ നടന്നു. നമ്മുടെ നിരാശയുടെ നിലവിളികൾ അവന് മനസ്സിലാകും. അവൻ നമ്മുടെ പാപത്തിന്റെ ഭാരം വഹിക്കുകയും മരണത്തിന്റെ ശക്തിയെ കീഴടക്കുകയും ചെയ്യും. അവന്റെ പുനരുത്ഥാനം ഏറ്റവും വലിയ ഉറപ്പാണ്. നാം ദൈവത്തിൽ നിന്ന് ഏറ്റവും അകലെയാണെന്ന് തോന്നുമ്പോഴും, ജീവിതം നിരാശജനകമാണെന്ന് തോന്നുമ്പോഴും, എപ്പോഴും വീണ്ടെടുപ്പിന്റെ വാഗ്ദാനവും പുനഃസ്ഥാപനത്തിന്റെ പ്രത്യാശയും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, ഈ പ്രത്യാശയിൽ നമുക്ക് മുറുകെ പിടിക്കാം. തന്റെ പുത്രനെ ഉപേക്ഷിക്കാത്ത, നമ്മെയും ഒരിക്കലും ഉപേക്ഷിക്കാത്ത നമ്മുടെ ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാവട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ കർത്താവേ, കുരിശിൽ നിന്നുള്ള അങ്ങയുടെ മൊഴികളെ കുറിച്ച് ചിന്തിക്കാനായിട്ടുള്ളൊരു അവസരം ഞങ്ങൾക്ക് ഈ നോയമ്പ് കാലത്ത് അങ്ങ് തന്നുവല്ലോ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടെന്തെന്നുള്ള ആ വാക്കുകൾ ഞങ്ങളിന്ന് ചിന്തിച്ചുവല്ലോ. ഉപേക്ഷിക്കപ്പെട്ടതിൻ്റെ വാക്കുകൾ എന്ന് ഞങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ തന്നെയും അത് അങ്ങയുടെ ആഴമേറിയ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും വാക്കുകളാണെന്ന് ഞങ്ങളെ മനസ്സിലാക്കി തന്നുവല്ലോ. ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന ആളുടെ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതയോടവും സ്ഥിരതയോടും ഓടുന്നതിന് ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിനയമായി അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണ സമയത്ത് യേശു ക്രൂശിൽ കിടന്ന് പറഞ്ഞ 5-ാമത്തെ മൊഴിയാണ് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 28-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവർത്തിയാകുമെണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. എനിക്ക് ദാഹിക്കുന്നു എന്നതിലൂടെ വേദനയുടെ ദൈവശാസ്ത്രമാണ് വെളിപ്പെടുന്നത്. തിയോളജി ഓഫ് പെയിൻ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന 4-ാമത്തെ തിരുമൊഴിയിലൂടെ തൻ്റെ ഹൃദയവേദന വെളിവാക്കുമ്പോൾ എനിക്ക് ദാഹിക്കുന്നു എന്നതിലൂടെ യേശു തൻ്റെ ശാരീരിക വേദന ഇവിടെ വെളിവാക്കുന്നു. ഇതിനോട് ചേർന്ന് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം 33-34 വാക്യങ്ങൾ ശ്രദ്ധേയമാണ്.
അവിടെ എങ്ങനെയാണ് പറയുന്നത്? തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗൊത്ത എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവന് കയ്പ് കലക്കിയ വീഞ്ഞ് കുടിപ്പാൻ കൊടുത്തു. അത് രുചിച്ചു നോക്കിയാറെ അവന് കുടിപ്പാൻ മനസ്സായില്ല. അവിടുത്തെ സാമൂഹിക പശ്ചാത്തലത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നിരന്തരം നിലനിന്നിരുന്നു. യേശു മനഃപൂർവ്വമായി തൻ്റെ മുമ്പിൽ വച്ച സാധ്യതയെ വേണ്ട എന്ന് പറയുന്നതിലൂടെ മനുഷ്യരോടുള്ള താദാത്മ്യം അവിടെ വെളിവാക്കുവാനായിട്ട് ശ്രമിക്കുന്നു. എനിക്ക് ദാഹിക്കുന്നു എന്നതിലൂടെ ആത്മീയ ഉണർവിനായുള്ള ദാഹമാണ് കാണുന്നത്. കുറവുകൾ കണ്ടിട്ടും കൂടെ കൂട്ടിയവന്റെ കാരുണ്യവും വേദനയിലും മറ്റുള്ളവരെ കുറിച്ചുള്ള കരുതലുമാണ് ആത്മീയത. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവൻ, പാറയിൽ നിന്നും വെള്ളം പുറപ്പെടുവിച്ചവൻ, കാനാവിൽ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയവൻ, ശമരിയ സ്ത്രീയോട് ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുകയില്ല എന്ന് പറഞ്ഞവൻ, എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുന്നത് അത്ഭുതമാണ്. ശാരീരിക പീഡനവും മാനസികമായുള്ള തകർച്ചയും യേശുവിന് മനുഷ്യരോടുള്ള താദാത്മ്യപ്പെടലാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. യേശു ക്രൂശിക്കപ്പെട്ടതിന് ശേഷം അതിനു മുമ്പ് ആഹാരം കഴിക്കുന്നത് പെസഹായ്ക്ക് അന്ത്യ അത്താഴത്തിലൂടെയാണ്. അതിനുശേഷം പ്രാർത്ഥിക്കുവാനായി പോകുമ്പോൾ തൻ്റെ വിയർപ്പ് തുള്ളികൾ രക്തമായി ഇറ്റിറ്റി വീഴുന്നു. പീലാത്തോസിന്റെ അടുക്കലേക്കുള്ള യാത്ര, അതിനുശേഷം ഗോൽഗോഥായിലേക്കുള്ള യാത്ര, ഇവയെല്ലാം ഇവിടെ വ്യക്തമാകുമ്പോൾ അവന്റെ ശാരീരികമായ അസ്വസ്ഥത അവിടെ എടുത്തു കാണിക്കപ്പെടുന്നുണ്ട്. ഈ ശാരീരിക അസ്വസ്ഥതയുടെ നടുവിലും ആത്മീയ ഉണർവിനായുള്ള ദാഹമാണ് യേശുവിലൂടെ അവിടെ കാണപ്പെടുന്നത്. എനിക്ക് ദാഹിക്കുന്നു എന്നതിലൂടെ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് കാണിക്കുന്നത്. സങ്കീർത്തനം 69:21 ഇങ്ങനെ കാണുന്നുണ്ട്: അവർ എനിക്ക് തിന്നുവാൻ കയ്പ് തന്നു, എനിക്ക് ദാഹത്തിന് അവർ എനിക്ക് ചൊറുക്ക കുടിക്കുവാനായിട്ട് തന്നു എന്ന്. അന്നത്തെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ ക്രൂശിക്കപ്പെടുന്നവർക്ക് വേദന അറിയാതിരിക്കുവാൻ ചൊറുക്ക എന്ന പാനീയം കൊടുക്കുന്നത് നിലനിന്നിരുന്നു. കാരണം ക്രൂശീകരണ സമയം പെട്ടെന്ന് മരണം സംഭവിക്കുന്നില്ല. അതിന് വേദനയെ അവർക്ക് അറിയാതിരിക്കുവാൻ വേണ്ടിയാണ് ചൊറുക്ക എന്ന പാനീയം അവർക്ക് കുടിക്കുവാനായിട്ട് കൊടുത്തത്. സങ്കീർത്തനം 22:14 ഞാൻ വെള്ളം പോലെ തൂകിപ്പോകുന്നു, എൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു, എൻ്റെ ഹൃദയം മെഴുകുപോലെ ആയിരിക്കുന്നു എന്ന് പറയുമ്പോഴും യേശുവിൻ്റെ ശാരീരിക പീഡനത്തിൻ്റെ പാരമ്യം നമുക്കവിടെ എടുത്തു കാണുവാനായിട്ട് സാധിക്കും. പഴയ നിയമ പ്രവചനങ്ങളുടെ എല്ലാം പൂർത്തീകരണം ക്രൂശിലൂടെ സാധ്യമാകുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 27-28 വാക്യങ്ങളിൽ യേശുവിന്റെ പിന്നാലെ വരുന്ന സ്ത്രീകൾ അവനെ ചൊല്ലി കരയുമ്പോൾ അവൻ തിരിഞ്ഞു നിന്ന് അവരോട്, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവീൻ എന്ന് പറയുന്നതിലൂടെ പ്രവചനത്തിന്റെ പൂർത്തീകരണമാണ് യേശുവിടെ വ്യക്തമാക്കുന്നത്. ക്രൂശിലെ 5-ാം മൊഴി എനിക്ക് ദാഹിക്കുന്നു എന്നതിലൂടെ ആത്മീയ ഉണർവിനായുള്ള ദാഹം കാണുമ്പോൾ പ്രവചനം പൂർത്തീകരിക്കപ്പെടുകയും ക്രിസ്തുവിന്റെ ശാരീരിക വേദന മനുഷ്യരോടുള്ള താദാത്മ്യപ്പെടൽ ആകുന്നതിലൂടെ തന്റെ മനുഷ്യത്വത്തെ എടുത്തു കാണിക്കുകയും ചെയ്യുന്നു. ആർത്തുലയുന്ന ഒരു പുഴയുടെ ഇരുവശങ്ങളിലായി 2 മലക്കെട്ടുകൾ. അതിലൊന്നിൽ
ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഗ്രാമം. മറ്റേതല്ലോ ആശുപത്രിയും സ്കൂളുകളുമൊക്കെയുള്ള വളരെ വലുതായ ഒരു നഗരം. ഈ ഗ്രാമവാസികൾ എന്നും എങ്ങനെയെങ്കിലും ഈ നഗരത്തിൽ ചെല്ലണം എന്നാഗ്രഹിക്കുകയും അതിന് വളരെയധികം അധ്വാനിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എങ്കിലും ഈ പുഴ അതിനൊരിക്കലും അവരെ അനുവദിച്ചിരുന്നില്ല. വള്ളം ഉപയോഗിച്ചും വഞ്ചി ഉപയോഗിച്ചും ബോട്ട് ഉപയോഗിച്ചും ഒക്കെ അവർ യാത്ര ചെയ്യുന്നതിന് ശ്രമിച്ചു. ഓരോ തവണയും അവരുടെ പരിശ്രമം പരാജയപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെയിരിക്കെ ഒരിക്കൽ ഒരു അജ്ഞാതൻ അത് വെളിവരികയുണ്ടായി. അദ്ദേഹം ജനങ്ങളെ ആർദ്രതയോടുകൂടെ നോക്കി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ജോലി ആരംഭിച്ചു. കല്ലും മണ്ണും കമ്പിയും ഇരുമ്പും തടിയും എല്ലാം ഉപയോഗിച്ചു. അദ്ദേഹത്തിന്റെ വിയർപ്പും ഉപയോഗിച്ചു. ജനങ്ങൾ അയാളെ കളിയാക്കാനും തുടങ്ങി. എന്നാൽ ഏതാനും ചില മാസങ്ങൾക്ക് ശേഷം ഒരു ശക്തമായ എന്നാൽ അതിമനോഹരമായ ഒരു പാലം തന്നെ അവിടെ നിർമ്മിക്കപ്പെടുകയാണ് ചെയ്തത്. പാലത്തിന്റെ ഒരറ്റത്ത് കൊണ്ട് നിന്നുകൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഞെട്ടൽ മാറാതെ നിന്നിരുന്ന ജനങ്ങൾ സംശയത്തോടും ഭയത്തോടും ആ പാലത്തിന്മേൽ കയറി. അവരുടെ സ്വപ്നം സത്യമായി എന്ന് അവർ മനസ്സിലാക്കി. ചിലർ മാലകളും പൂക്കളും ഒക്കെ കൊണ്ടുവന്ന് ഈ പാലത്തെ അലങ്കരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അത് ഒരിക്കലും ഈ പാലത്തിന്റെ ബലം കൂട്ടുന്നില്ല എന്നവർ മനസ്സിലാക്കിയിരുന്നില്ല. യേശു വീഞ്ഞു കുടിച്ചതിന് ശേഷം സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. യോഹന്നാൻ 19:30. ഇതൊരു സംതൃപ്തിയുടെ വാക്കാണ്. A word of satisfaction. ഇതൊരു പ്രഖ്യാപനവുമാണ്. It's a declaration. It's not the groaning pain of a dying man, but the proclamation of the Son of God. മരണത്തിന് കീഴ്പ്പെടുന്ന ഒരു വ്യക്തിയുടെ ഞരക്കമല്ല നാം ഇവിടെ കേൾക്കുന്നത്, എന്നാൽ ദൈവപുത്രന്റെ പ്രസ്താവനയാണ്. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ടെറ്റലസ്റ്റായി. 1-ാം നൂറ്റാണ്ടിൽ കടങ്ങൾ കൊടുത്തു തീർക്കുമ്പോൾ ഉപയോഗിച്ചിരുന്ന പദമായിരുന്നു ടെറ്റലസ്റ്റായി. യേശുവിന്റെ ക്രൂശ് മരണം ഒരു സാധാരണ കടം കൊടുത്തു തീർക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. അത് ഒരു വിമോചനമായിരുന്നു. വാളിനാൽ കീഴടക്കാതെ സ്വന്തം രക്തം നൽകി വീണ്ടെടുക്കുന്ന ഒരു രാജാതി രാജാവ്, മറ്റൊന്നിന്റെ രക്തം അല്ലെങ്കിൽ ജീവൻ എടുക്കാതെ സ്വന്തം ജീവനെ യാഗമായി നൽകുന്ന ഒരു മഹാപുരോഹിതൻ, ഒരു ദൈവപുത്രൻ, ഒരു പൂർണ്ണ മനുഷ്യനായ ദൈവപുത്രൻ. കുരിശ് വ്യാഖ്യാനങ്ങളെ മാറ്റി എഴുതുന്ന ഒന്നാണ്. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്നാണ് യേശു പറയുന്നത്, ഐ ആം ഫിനിഷ്ഡ് എന്നല്ല. ക്രൂശ് മരണം ഒരു വ്യക്തിയുടെ അന്ത്യമാണ് എന്ന് ചിന്തിച്ചവർക്ക് അന്ന് തെറ്റി. മരണത്തിന്റെ ശക്തിയുടെ തന്നെ അന്ത്യമായിരുന്നു അത്. Tetelestai doesn't mean that there is nothing left for us to do, but nothing left for us to add. മുൻപ് പറഞ്ഞ കഥയിലെ പാലം പോലെ നാം ഇനി അതിൽ ഒന്നും തന്നെ ചേർക്കേണ്ടതായിട്ടില്ല. എല്ലാവരെയും യേശുക്രിസ്തു ആകുന്ന ഈ പാലത്തിലേക്ക് നയിക്കുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം. ഈ ഉത്തരവാദിത്വം വിശ്വസ്തയോടുകൂടെ ചെയ്യുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഒടുവിൽ നിവൃത്തിയായി, ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് ആത്മാർത്ഥമായി പറയുവാൻ നമുക്ക് സാധിക്കുമോ? ഈ വലിയ വെള്ളിയാഴ്ച കുരിശിന്റെ കാൽക്കലിരുന്നു കൊണ്ട് നാം സ്വയം അവലോകനം ചെയ്യുന്നത് ഉചിതമായിരിക്കും. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. യേശു കാൽവരി ക്രൂശിൽ ഉച്ചരിച്ചതായ അവസാനത്തെയും 7ാമത്തെയും മൊഴിയാണ് നമ്മൾക്ക് ഇന്ന് ചിന്തിക്കുവാനായിട്ടുള്ളത്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 46-ാം വാക്യം. യേശു അത്യുച്ചത്തിൽ, ഞാൻ എൻ്റെ ആത്മാവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു.
യേശുവിന്റെ അന്ത്യവചനം ഒരു പ്രാർത്ഥനയായിരുന്നു എന്നുള്ളതാണ്. മൊഴികൾ പ്രാർത്ഥനയിൽ ആരംഭിച്ച് പ്രാർത്ഥനയിൽ അവസാനിപ്പിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ക്രൂശമരണത്തിന്റെ കഠിനവേദനയിലും അധരങ്ങളിൽ നിന്ന് അടർന്നു വീഴുന്നത് ദൈവത്തിന്റെ വചനമായിരുന്നു എന്നുള്ളതാണ്. മരണം ഈ ലോകത്തിൽ വെളിപ്പെടുത്തി നൽകുന്നത് ഒരു ജയാളിയായ ക്രിസ്തുവിനെ ആകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഓരോ ഇരുട്ടും ഒരു പുതിയ വെളിപ്പാടിന്റെ ഗർഭഗൃഹമാകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധ്യമാകുന്നത്. ജീവിതം കഠിന ശോധനയിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അതരകിൽ നിന്ന് പലപ്പോഴും ഇടറിയതായ വാക്കുകൾ പലപ്പോഴും വീണു പോകുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. യേശു നൽകുന്ന ഏറ്റവും വലിയ മാതൃക എന്ന് പറയപ്പെടുന്നത് കഠിന വേദനയുടെ നടുവിലും ഒരിക്കലും നമ്മുടെ നാവുകൾ ഇടരുവാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. അവിടെ ഉയർന്നു വരേണ്ടത് ദൈവത്തിന്റെ വചനമാകുന്നു എന്നുള്ളത് വ്യക്തിയോടുകൂടി നമ്മളെ ഓർപ്പിക്കുന്നു. ഈ മൊഴിയിൽ കൂടെ ഞാൻ 3 കാര്യമാണ് ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ മൊഴി പുത്രബന്ധത്തിന്റെ പുനഃസ്ഥാപനമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒന്നാമത്തെ മൊഴി ആരംഭിക്കുന്നത് പിതാവേ എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നതായിരിക്കുന്നതായ ഈ മൊഴി, അതിന്റെ 4ാമത്തെ മൊഴിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നുള്ളതായ യേശുവിന്റെ വാക്കുകളെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. പുത്രത്തിന്റെ ബന്ധങ്ങള് തകർന്നു പോയതായ ഒരു സാഹചര്യം നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ കുരിശിൽ വെച്ച അവസാന മൊഴിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പിതാവേ എന്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ പരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അവസാനിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കപ്പെടുന്നു. അപ്പൊ തകർക്കപ്പെട്ടു പോയതായ പുത്രബന്ധത്തിന്റെ പുനഃസ്ഥാപനമാണ് 7ാമത്തെ മൊഴി എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയമില്ല. ഈ നൊയമ്പ് കാലഘട്ടങ്ങളിൽ പുത്രനുമായുള്ളതായ ബന്ധം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിനൊരു പുനഃസ്ഥാപനമായി ഈ മൊഴി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല ഇതൊരു പ്രവചനത്തിന്റെ നിവൃത്തീകരണം കൂടിയാണ്. 31-ാം സങ്കീർത്തനത്തിന്റെ 5-ാം വാക്യത്തിലും ഇതേ വേദഭാഗമാണ് ഓർപ്പിക്കുന്നത്. എന്റെ ആത്മാവിന് നിന്റെ കയ്യിൽ ഞാൻ പരമേൽപ്പിക്കുന്നു എന്നുള്ളത്. ഇതുവരെ മരണത്തിന്റെ ക്രിയയിൽ നാം അപൂർണരാണെന്ന് നമ്മൾ തോന്നുമെങ്കിൽ ഒരു ദിവസം കൂടെ കൂട്ടി കിട്ടിയാൽ എന്തെങ്കിലും ചെയ്യാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇവിടെ യേശുക്രിസ്തുവിന്റെ മരണം ഓർപ്പിക്കുന്നത് സകലത്തിന്റെ പൂർത്തീകരണമാകുന്നു എന്നുള്ളതാണ്. തന്നെ ഏൽപ്പിച്ചതായ ദൗത്യത്തിൻ്റെതായ പൂർത്തീകരണങ്ങൾ, തന്റെ നിയോഗങ്ങൾ ഏറ്റെടുത്തത് പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നാളത്തേക്ക് ഒരു ദിവസം കൂടെ ബാക്കി വേണ്ട എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ദൈവം ഏൽപ്പിച്ചതായ ദൗത്യങ്ങൾ എത്രത്തോളമാണ് പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞത്, ദിവസങ്ങൾ പലതും നമുക്ക് എക്സ്ട്രാ തന്നിട്ട് പോലും പൂർത്തീകരിക്കാനായിട്ട് കഴിയുന്നുവോ എന്നുള്ളത് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടിയിരിക്കുന്നതായ ഒരു യാഥാർത്ഥ്യമായ. അതുകൊണ്ട് തെരശ്ശീലയ്ക്ക് അപ്പുറത്ത് അല്ലെങ്കിൽ തെരശ്ശീല 2ആയിട്ട് കീറപ്പെടുമ്പോൾ ഞാനും നിങ്ങൾ ചിന്തിക്കുന്ന ഒരു സത്യമുണ്ട്. പാപത്തിന്റെ ബലിക്കായി ഒരു മഹാപുരോഹിതനെ കാത്തിരിക്കേണ്ടതായ ആവശ്യമില്ല. മനുഷ്യനും ദൈവം തമ്മിലുള്ളതായ ഒരു പുതിയ ബന്ധത്തിന്റെ ഒരു പുതിയ വഴിയായിട്ട് നമുക്കതിനെ കാണുവാനായിട്ട് സാധിക്കുന്നു. മാത്രമല്ല മനുഷ്യ ജീവിതത്തിന്റെ ആത്മാവിന്റെ പ്രാധാന്യത എത്ര വലുതാണെന്ന് ഈ മൊഴി നമ്മളെ ഓർപ്പിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. ക്രിസ്തുവിന്റെ മരണവും സകലത്തിന്റെയും പൂർത്തീകരണമായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 3ാമതായി മരണം എന്ന് പറയപ്പെടുന്നത് ഒരു കവർന്നെടുക്കലല്ല, ഒരു ഏൽപ്പിച്ചു കൊടുക്കലാകുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തതയോടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കപ്പെടുന്നു. ഒരു കവർന്നെടുക്കലല്ല, ഏൽപ്പിച്ചു കൊടുക്കലാണ്. ഇതിന് മടങ്ങി വരവുകളാണ്. അത് മാത്രമല്ല ആത്മാവിന്റെ സമർപ്പണമാണ് ഈ മൊഴി എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. മരണം ആരെയും കവർന്നെടുക്കുകയല്ല, അത് ഏൽപ്പിച്ചു കൊടുക്കേണ്ടതായ ഒന്നായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ക്രിസ്തുവിന്റെ പരിപൂർണതകളെ വെളിപ്പെടുത്തുകയാണ് ഈ മൊഴി എന്ന് പറയപ്പെടുന്നത്. ശരീരം ശത്രുക്കളാൽ തകർക്കപ്പെടുമ്പോഴും അതിന്റെ തകർക്കപ്പെടുമ്പോൾ ആത്മാവിന് ഒരിടമുണ്ടെന്നുള്ളതും അതിന് ഭദ്രതയുണ്ടെന്നുള്ളതും വളരെ വ്യക്തതയോടുകൂടി നമ്മളെ ഓർപ്പിക്കുകയാണ്. അവർ ക്രൂശീകരിക്കുക എന്ന് പറഞ്ഞവരുടേതായ വാക്കുകളുടെ പ്രതിനിധിയായിരിക്കുന്നതായ ശതാധിപൻ പറഞ്ഞത് അവനൊരു നീതിമാനായിരുന്നു, അവൻ ദൈവത്തിന്റെ പുത്രൻ നീതിമാനായിരുന്നു, അവൻ ദൈവത്തിന്റെ പുത്രനാകുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് മാറ്റി നിർത്തപ്പെട്ടവരെയും തള്ളപ്പെട്ടവരുടെയും ഒക്കെ നടുവിൽ നമുക്ക് മനസ്സിലാക്കുവാനും തിരിച്ചറിയുവാനും കഴിയണം. ക്രിസ്തു നീതിമാനാകുന്നു എന്നുള്ളത് വളരെ വ്യക്തതയോടുകൂടി അറിയണം. ഈ നോയമ്പ് കാലം നഷ്ടപ്പെട്ടതായ ദൈവിക ബന്ധത്തെ പുനഃസ്ഥാപിക്കുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ലോകത്തിനു മാറിക്കട്ടെ
Jesus.